ഇന്ന് എൻ്റെ വീടിന് ചുറ്റുമുള്ള കുറച്ച് കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഈ വീടിന് ചുറ്റുമുള്ള കൃഷിയിടവുമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഈ വീടിന് ചുറ്റുമായി ഇല്ലാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. നിറയെ ജാതിക്ക മരവും, അതായത് ആ മരം കാണാത്ത വിധത്തിൽ തന്നെ ജാതിക്കയും, വഴുതനങ്ങ, ചീര, പച്ചമുളക്, അങ്ങനെ എന്തൊക്കെ നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് ആവശ്യമുണ്ടോ അതൊക്കെ ഈ വീടിന് ചുറ്റുമുണ്ട്. ഇതൊക്കെ എൻ്റെ അച്ഛൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. രാവിലെ മുതൽ കുറേ നേരം പറമ്പിൽ സ്പെൻഡ് ചെയ്യും. ഇത് ആര്യവേപ്പാണ്. ആര്യവേപ്പ് ഒരു ഔഷധ സസ്യമാണ്. വളരെ ഈ ചർമ്മരോഗങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ്. ഇത് ചീര, ചുവന്ന ചീരയും പച്ചച്ചീരയും, അങ്ങനെ ചീരയുടെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഇവിടെ കാണാനായി കഴിയും. ഇനി കാണുന്നത് പാഷൻ ഫ്രൂട്ടാണ്. ഇത് വളരെ ടേസ്റ്റുള്ളൊരു ഫ്രൂട്ടാണ്. അതായത് കുട്ടികൾക്കൊക്കെ മധുരമൊക്കെ ചേർത്ത് കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു തരം ഫ്രൂട്ടായിരിക്കും. ഇതിങ്ങനെ പടർത്തിയിട്ടാണ് വളർത്തിയിട്ടുള്ളത്. കയറ് കെട്ടി ഇങ്ങനെ പടർത്തിയിട്ടാണ് ഇത് വളർത്തിയിട്ടുള്ളത്. പിന്നെ ഇത് മുരിങ്ങയില, പിന്നെ ഇത് കുരുമുളക് ഉണ്ടായി നിൽക്കുന്നതൊന്നും കാണാൻ പറ്റില്ല ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ അത് കൊടുത്തു കഴിഞ്ഞു. അത് കാരണം ഇപ്പോൾ ജസ്റ്റ് അത് പടർത്തിയത് മാത്രമേ നമുക്ക് കാണാറുള്ളൂ. കവുങ്ങുമലൊക്കെ ഇങ്ങനെ പടർത്തിയിട്ട് കുറേ വളർത്തിയിട്ടുണ്ട്. പിന്നെ ഇത് മുത്തിള്. ഇത് എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കേണ്ടത് വളരെ നല്ലതാണ്. ഇത് ബ്രെയിൻ ടോണിക് എന്നാണ് ഇത് പറയുക. ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും അങ്ങനെ കുറേ ആരോഗ്യ ഗുണങ്ങൾക്ക് ഉള്ളതാണിത്. ഇത് ഇരുമ്പാമ്പുളി. ഇത് മാവാണ്. മാവ് കാണാത്ത വിധത്തിൽ തന്നെ ഇതുമ്മേ മാങ്ങയുണ്ടായിരുന്നു. മാങ്ങയും ഈ പറഞ്ഞ പോലെ കൊടുത്തു. അത് കാരണം ഉണ്ട് ഇപ്പോൾ, എന്നാലും അധികമില്ല. നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രം നിർത്തിയിട്ടുള്ളൂ. ഒട്ടുമാവാണ്. പഴുത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റാണ് അതിൻ്റെ മാങ്ങ. പിന്നെ ഈ കൃഷികളുടെ ഇടയിൽ അമ്മയുടെ പൂക്കൃഷിയും കൂടി ഉണ്ട്. റോസും തെച്ചിയും അങ്ങനെ കുറേ ചെടികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വെച്ചിട്ടുണ്ട്. ജമന്തിയും അങ്ങനെ കുറേ ചെടികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ വെച്ചിട്ടുണ്ട്. അതും ഇതിൽ കുറച്ച് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ വാഴ, മുരിങ്ങ ഞാൻ മുമ്പ് കാണിച്ചുല്ലോ. ഇനി കാണുന്നത് മത്തനാണ്. മത്തൻ ഇങ്ങനെ പടർത്തി വളർത്തിയിട്ടുണ്ട്. മത്തങ്ങ ഉണ്ടായി തുടങ്ങിയിട്ടില്ല. കുറേ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ പടർത്തിയിട്ടാണ് വളർത്തിയിട്ടുള്ളത്. ഇത് പച്ചമുളകിൻ്റെ വേറെ വെറൈറ്റിയാണ്. നല്ല നീളമുള്ള ടൈപ്പ് പച്ചമുളകാണ്. നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ച് വ്യത്യാസമുള്ള ടൈപ്പാണിത്. ഇത് പനിക്കൂർക്കയാണ്. ഇത് ചെറിയ കുട്ടികളുള്ള വീട്ടിലൊക്കെ വളരെ നല്ലതാണ്. ഇതിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുടിക്കുകയൊക്കെ ചെയ്യും. ജലദോഷം, ചുമ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ. പിന്നെ പനിക്കൂർക്ക അങ്ങനെ വാട്ടി കുട്ടികളുടെ നെറിയിലൊക്കെ ഇട്ട് കൊടുക്കണ കണ്ടിട്ടുണ്ട്. ചെറിയ കുട്ടികളുടെ ജലദോഷമൊക്കെ മാറാൻ വേണ്ടിയിട്ട്. ഇത് പച്ചമുളകിൻ്റെ വേറെ ടൈപ്പ്. എല്ലാത്തുമ്മിലും നിറച്ച് പച്ചമുളകുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ മരം കാണാത്ത വിധത്തിൽ നിറച്ച് പച്ചമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് കറിവേപ്പിലയാണ്. കറിവേപ്പില എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ എല്ലാ വീട്ടിലും ഒരുവിധം ഉണ്ടാവും തോന്നുന്നു. പക്ഷേ ഇത് പിടിച്ച് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാന്ന് തോന്നുന്നു. ചില വീടുകളിലൊന്നും എത്ര വെച്ചാലും ഇത് ഉണ്ടാവില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഉയരം വയ്ക്കാത്ത ടൈപ്പ് തെങ്ങാണ്. ഇപ്പോൾ തെങ്ങിൽ കയറാനൊന്നും ആളുകൾ കിട്ടാത്ത കാരണം അച്ഛൻ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റീസൊക്കെ തെങ്ങിൻ്റെ പരീക്ഷിച്ച് നോക്കണതാണ്. പിന്നെ ഇത് പപ്പായ എന്നൊക്കെ പറയില്ലേ. പിന്നെ ഇത് അമ്മയുടെ ചെടിയുടെ കളക്ഷനാണ്. കാശിത്തുമ്പയും ജമന്തിയും റോസയും ചെണ്ടുമല്ലി അങ്ങനെയുള്ള കുറേ വെറൈറ്റി ചെടികളും ഇതിൻ്റെ ഇടയിലുണ്ട്. പിന്നെ തുളസി ഒരുവിധം വീട്ടിലൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാനും ഒക്കെ പലപ്പോഴും, പിന്നെ പൂജാകർമ്മങ്ങൾക്കും അങ്ങനെയുള്ളതിനൊക്കെ ആവശ്യം വരുന്നവരാണ്. പിന്നെ ഇത് ചേമ്പ്. ഇതും കുറേ സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നിത്യകല്യാണി, ചെണ്ടുമല്ലി അങ്ങനെയുള്ള കുറച്ച് പൂക്കളാണ്. ഇപ്പോൾ കാണിക്കുന്നത് പേരയ്ക്ക മരമാണ്. അതിന്മേൽ കൂടെ പാഷൻ ഫ്രൂട്ടും എല്ലാം കൂടി ചേർന്ന് വളർന്ന കാരണം നിങ്ങൾക്ക് ഏത് മരമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്തപ്പോൾ
പേരക്ക കാണുന്നുണ്ടാവും അല്ലേ നിങ്ങൾക്ക്? അതിന് പേരക്കയും കുറേ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷേ പാഷൻ ഫ്രൂട്ടൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ അയിമ പടർന്ന് വലുതാവണ കാരണം പെട്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഇത് നാരകമാണ്. അയിമ ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് നാരങ്ങ. അടുത്ത പ്രാവശ്യം ആകുമ്പോഴേക്കും ഉണ്ടാവും എന്ന് തോന്നുന്നു. അടുത്ത പ്രാവശ്യം വീഡിയോ എടുക്കുമ്പോൾ കിട്ടുകയാണെങ്കിൽ നല്ല വീഡിയോ ആയിട്ട് അയക്കാം. പിന്നെ അത് ചീരയും വാഴയും എല്ലാം അതിൻ്റെ ഉള്ളിൽ കൂടി ഉണ്ട് കേട്ടോ. അധികം സ്ഥലമില്ല, ഉള്ള സ്ഥലത്ത് എല്ലാം കൂടി വളർത്തിക്കുകയാണ്. അത് കാരണം ഇങ്ങനെ എല്ലാം കൂടി കൂട്ടിപ്പിണഞ്ഞ് കിടക്കണത്. പിന്നെ ഇപ്പോൾ കാണുന്നത് പയറാണ്. നല്ല പച്ചപ്പയർ കുറച്ചുണ്ടായിട്ടുണ്ട്. ഇവിടെ 2 കൂടി നിൽക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് ഡെയിലി നമ്മുടെ ആവശ്യത്തിന് നമ്മളത് പൊട്ടിക്കുന്നുണ്ട്. ഇത് വഴുതനങ്ങ. അങ്ങനെ ഒരു വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിച്ചില്ലെങ്കിലും അത്യാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് അപ്പുറത്തെ വീട്ടിലത്തെ പൂവാണ് കേട്ടോ, ചെമ്പരത്തി കാണുന്നത്. ഇത് ഞാൻ ഈ തെങ്ങ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, ഉയരം വെക്കാത്ത തരം തെങ്ങ്. ഇത് പപ്പായ കണ്ടമാനം ഉണ്ടായിട്ടുണ്ട്. കുറേ മരങ്ങളുണ്ട് കേട്ടോ, ഒരെണ്ണമൊന്നല്ല, കുറേ മരങ്ങളുണ്ട്. പപ്പായയും കവുങ്ങും ഒക്കെ ഇതിൻ്റെ ഇടയിലുണ്ട്. വാഴ. ഇത് കയ്പ്പയ്ക്ക അധികം വലിപ്പം വെച്ചിട്ടില്ല, ചെറുതായിട്ട് ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ. അത് കാരണം അധികം വലിപ്പമായിട്ടില്ല. പൂവൊക്കെ കുറേ ഇട്ടിട്ടുണ്ട്. ഇത് ഒരു വെറൈറ്റി തരം വെണ്ടക്കായാണ് കേട്ടോ. നമ്മൾ കാണുന്ന സാധാരണ പച്ചയല്ല, അത് ഒരു ചുവപ്പ് പോലത്തെ കളറാണിത്. വഴുതനങ്ങയൊക്കെ ഉണ്ടാവില്ലേ ഒരു കളറ്, ആ ഒരു കളറാണ് ഇതിന്. കുറേ പൂവ് ഇട്ടിട്ടുണ്ട്, അതിമിലൊക്കെ ഉണ്ടായിട്ടുണ്ട് വെണ്ടക്കായ. ഇത് ഒരു ചുവപ്പ് പോലത്തെ കളറാണ് ഇതിന്. നമ്മൾ സാധാ കാണുന്ന പച്ച കളറ് വെണ്ടക്കായല്ല ഇത്. ഇതൊരു വേറെ ഇനം വെണ്ടക്കായാണ്. ഇതെന്തോ ഒരു ക്രിസ്മസ് ട്രീ എന്നൊക്കെ പറഞ്ഞൊരു ചെടിയാണ്. ഇത് നമ്മുടെ ഞാലിപ്പൂവൻ കായ. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടം കൂടുതൽ ഞാലിപ്പൂവനാണ് പഴം. അത് കാരണം വെച്ചപ്പോൾ പാളയംകുടനൊക്കെ കൃഷി നിർത്തി പകരം ഞാലിപ്പൂവനൊക്കെ വെച്ചു. ഇത് കവുങ്ങാണ്. കുറേ കവുങ്ങ് ഇത് കുറേ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ കാണാം ഉണ്ടായി തുടങ്ങണതായിട്ട്. കവുങ്ങും കുറേ ഉണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ആയ കാരണം നമുക്ക് ക്ലിയർ ആയിട്ട് എല്ലാതും സെപ്പറേറ്റ് ആയിട്ട് അധികം കാണിക്കാൻ പറ്റാത്തത്. അത് കണ്ടില്ലേ, ഇമയൊക്കെ ഇടയ്ക്ക് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് കൊള്ളിയാണ്, മരച്ചീനി എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ കൊള്ളി എന്നാണ് പറയുക. അതിൻ്റെ ാണ് വീടിന് ചുറ്റുമുള്ള കാഴ്ചകളാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ലൈക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.